മിലിറ്ററി വണ്ടി ലുക്ക് ആയിട്ടുണ്ട്. ഇമ്പോർട്ടഡ് ക്വാളിറ്റി സ്റ്റിയറിംഗ് ആണ് ചെയ്തിരിക്കുന്നത്. ക്രോം എലമെന്റ്സ് ഇല്ല കേട്ടോ. നമ്മുടെ ഹൈലക്സ് ഒന്നും കൂടെ ലോഡ് ചെയ്ത് ഫുള്ളി മോഡിഫൈ ചെയ്ത് ഇറക്കാൻ പോവാണ്. ഇപ്പം യൂസഫ് ആണ് ഇതിന്റെ കാര്യങ്ങളെല്ലാം ചെയ്തിരിക്കുന്നത്. മോട്ടോ പ്ലാനറ്റ് കൊല്ലം. ബ്രോ എന്തൊക്കെയാ ചെയ്തിരിക്കുന്നത്? വണ്ടി എങ്ങനെ ഉണ്ടായിരിക്കും? വണ്ടി നേരത്തെ ഉള്ളതിനെ കാട്ടി ടോട്ടലി വേറൊരു ലുക്കിലോട്ട് വന്നിട്ടുണ്ട്. നേരത്തെ ഉള്ള ലുക്ക് ഓൾറെഡി എല്ലാരും കണ്ടിട്ടുണ്ടായിരുന്നു. റിവീൽ ചെയ്തതിനു ശേഷം എല്ലാരും ഒന്ന് കാണട്ടെ. അതെ അതെ, ഇത് നമ്മൾ ഒന്നും കൂടെ ഒന്ന് മോൺസ്റ്റർ ആക്കിയിട്ടുണ്ട്. സാധനം ഒന്നും കൂടെ ഒരു ഭീകരത തോന്നുന്നുണ്ടല്ലേ ബാക്കിലത്തെ സാധനം എല്ലാം വന്നപ്പോഴത്തേക്ക്. കാണിച്ചാലോ? ഓക്കെ സെറ്റ്. ഓക്കെ ഓക്കെ കൊള്ളാം സെറ്റ്. ഞാൻ വണ്ടി നേരത്തെ കണ്ടു, എനിക്ക് അപ്പോഴും ഇഷ്ടപ്പെട്ടു. അപ്പൊ നമ്മള് മെയിൻ ആയിട്ട് എന്തൊക്കെയാ ഇത് ചെയ്തേക്കുന്നത്? ബ്രോ നമ്മള് ഫ്രണ്ടിലായിട്ട് ചെയ്തേക്കുന്ന ബോണറ്റ് സ്കൂപ്പ് ആണ്. ഇത് വന്നപ്പോ തന്നെ വേറെ ലുക്ക്, വേറെ ഒരു ഭീകരത ഫീൽ ചെയ്യുന്നുണ്ട്. ഇത് വന്നപ്പോ ഈ ഒരു ഫ്രണ്ട് ലുക്ക് കംപ്ലീറ്റ് മാറിയിട്ടുണ്ട്. നമ്മൾ ഉള്ളിൽ നിന്ന് കാണുമ്പോഴും എന്തോ ഒരു വലിയ സാധനം ഫ്രണ്ട് ഇരിക്കുന്ന പോലെ തോന്നുന്നു. സെറ്റ് ആയിട്ടുണ്ട്, അടിപൊളിയായിട്ടുണ്ട്. സൈഡിലോട്ട് പിന്നെ സൈഡിൽ നമ്മള് ബാറ്റ്മാൻ സ്റ്റൈല് മിറർ ക്യാപ്പ് ആഡ് ചെയ്തിട്ടുണ്ട്. നല്ല രസമുണ്ട് ഇത് കാണാൻ കേട്ടാ, നല്ല ഭംഗിയുണ്ട് കാണാൻ. വേറെ ഓൾട്ടറേഷനോ കാര്യങ്ങളോ ഒന്നും ഇല്ലാണ്ട് തന്നെയാണ് ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്നത്. ഡയറക്റ്റ് ഫിറ്റ് ആണ്. പിന്നെ നമ്മുടെ പ്രോമാൻ ബ്രാൻഡ് സൈഡ് സ്റ്റെപ്പ് ആണ് കേട്ടോ. നല്ല രസം. ഇത് എന്താ പറയുന്നത്, പക്ക ക്വാളിറ്റി കേട്ടോ. മെറ്റൽ പക്ക ക്വാളിറ്റി ആയി സാധനം. നല്ല രസമുണ്ട് കാണാൻ. ഇല്ല പട്ടാളക്കാരുടെ വണ്ടി പോലൊക്കെ ആയിട്ടുണ്ട് ഏകദേശം. പിന്നെ വേറെ സൈഡില് പിന്നെ GR-ന്റെ ഡോർ വൈസർ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. GR സ്പോർട്ട് അല്ലേ? GR-ന്റെ ഇത് കാർബൺ ചെയ്തേക്കുന്നതാണോ? അല്ല, ആ ഒരു മാറ്റ് കാർബൺ ആ ഒരു ഫിനിഷ് വരുന്നതാണ്. ഇമ്പോർട്ടഡ് ഡോർ വൈസർ ആണ്, പുറത്തുനിന്ന് വരുന്നതാണ്. ഓക്കെ. പിന്നെ നമ്മുടെ പുറകിലായിട്ട് ഫ്രണ്ടില് ഒരു ബോണറ്റ് സ്കൂപ്പ് ആണെങ്കിൽ റിയറിൽ നമ്മുടെ പ്രോമാന്റെ റോൾ ബാർ ആണ്. ഇപ്പൊ നമ്മൾ മെയിൻ ആയിട്ട് ഇപ്പൊ ചെയ്തേക്കുന്ന റോൾ ബാർ. പ്രോമാൻ എന്താ പറയുന്നില്ലേ, പട്ടാളക്കാരും മറ്റേ മിലിറ്ററി വണ്ടി ലുക്ക് ആയിട്ടുണ്ട്. ഇല്ല യുദ്ധത്തിനൊക്കെ പോകുമ്പോ ഒരു സാധനം പുറകെ വെച്ചോണ്ടൊക്കെ പോകത്തില്ലേ, അതേപോലത്തെ ഒരു ഫീൽ ഇപ്പൊ കിട്ടിയിട്ടുണ്ട്. സെറ്റ് ആയിട്ടുണ്ട്. എനിക്ക് ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു ബ്രോ. ഷാലു പ്രോമാന്റ് നിങ്ങളെല്ലാം കൂടെ ഇത് ചെയ്യുന്നത്? അതെ, നമ്മള് രണ്ടുപേരാ കേരളത്തിൽ ഡിസ്ട്രിബ്യൂട്ടർ വരുന്നത്, ഷാലും ബ്രോയും. അതെ. സെറ്റ്. ഷാലു ബ്രോ അത്യാവശ്യം നല്ല കോൺടാക്ട് ആയിരുന്നു കേട്ടോ. പുള്ളിയും നല്ല രീതിയിൽ നമ്മളെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇതിന്റെ അത് നമ്മള് ക്യാരർ ആഡ് ചെയ്തിട്ടില്ല, ക്യാരർ ഓപ്ഷനിലാണ്. ഈ റോൾ ബാർ വരുമ്പോ ഈ ഒരു ഇത്രയും പീസ് വരത്തുള്ളൂ. ഇത് പക്ഷേ ക്യാരർ ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടി വെച്ചു. അപ്പം ജസ്റ്റ് നമ്മളൊരു ഭംഗിക്ക് വേണ്ടി ജസ്റ്റ് ആഡ് ചെയ്തേക്കുന്നത്. ഇൻ കേസ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഈസി ആയിട്ട് നമുക്ക് ആ ഒരു ക്യാരറും കൂടെ ആഡ് ചെയ്യാൻ പറ്റും. ജസ്റ്റ് സ്ക്രൂവിലുള്ള പരിപാടിയേ ഉള്ളൂ. അതെ, വേറെ ഓൾട്ടറേഷനോ കാര്യങ്ങളോ ഒന്നുമില്ല. ഇപ്പൊ നിലവിൽ വണ്ടിയിൽ യാതൊരു ഓൾട്ടറേഷനോ ഇല്ലാണ്ട് തന്നെ ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്നത്. ഇത് നമുക്ക് MBD പ്രശ്നമൊന്നും ഇല്ലല്ലോ? ഇല്ല, റോൾ ബാർസിന് വേറെ പ്രശ്നമൊന്നും ചെയ്തേക്കുന്നതിൽ. ഇത് നമ്മൾ ലീഗലായിട്ടുള്ള കാര്യങ്ങൾ മാത്രമല്ല. ഇത് നമ്മൾ ടയർ ഉള്ളിലായിട്ട്, നമുക്ക് ടയർ വെളിയിലൊന്നും നമ്മൾ കൊടുത്തിട്ടില്ല. നമുക്ക് കൊടുക്കാൻ അറിയാത്തതുകൊണ്ടല്ല, ആകെപ്പാട് ഇപ്പം റോഡിൽ ഇറക്കാൻ പറ്റുന്ന ഒരു വണ്ടി ഇതേ ഉള്ളൂ. പിടിക്കാതിരിക്കാൻ പറ്റുന്നത് ഇത്. ഇനി ഇറക്കി ഇനി അടുത്ത് പിടിക്കണ്ടെന്ന് വിചാരിച്ചാണ്. ഇത് ടയർ ഉള്ളിലായോണ്ട് കേട്ടോ, നമ്മൾ ഒരു എന്താ പറയുക, ആ ഒരു ഭീകരതയിൽ കുറച്ച് കുറവ് വന്നിട്ടുണ്ടെങ്കിൽ ഈ ടയർ ഉള്ളിൽ നിൽക്കുന്നതുകൊണ്ട് മാത്രമാണ്. ഇല്ല ഒന്നുകൂടെ വണ്ടി ഒരു ഫീൽ ആയതിന്, ഒരു പക്ക മോൺസ്റ്റർ ആ ഒരു ഫീലിലേക്ക് വന്നു അല്ലേ. ചെയ്യാൻ അറിയാത്തതുകൊണ്ടല്ലേ കേട്ടോ, അത് പുറത്തിറക്കാൻ പറ്റത്തില്ല. പിന്നെ വെറുതെ ഇവരുടെ മുമ്പിൽ പോയി ഇങ്ങനെ സംസാരിച്ച് നിൽക്കേണ്ടി വരും. അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ഇട്ടേക്കുന്നത്. GR കിറ്റ് ചെയ്തിട്ടുണ്ട്. അതിന്റെ കൂടെ തന്നെയാണ് ഈ VLRC കാര്യങ്ങളൊക്കെ വരുന്നത്. ഗ്രില്ലും ആ ഒരു ഫോഗ്ലൈറ്റ് കിറ്റ് കംപ്ലീറ്റ് ആ ഒരു കിറ്റ് വരുന്നത് ആ GR സ്പോർട്ട് കിറ്റിന്റെ കൂടെ തന്നെയാണ്. പിന്നെ ഫ്യൂവലിന്റെ വീല്, റോഡ് ക്രൂസേഡ്, പിന്നെ മറ്റു വണ്ടിയിൽ നിന്ന് വ്യത്യാസം വരുന്നതെന്ന് വെച്ചാൽ നമ്മൾ ഡോക്ടർ നാനോടെ 2 ഇഞ്ച് ലിഫ്റ്റ് കിറ്റ് ആഡ് ചെയ്തിട്ടുണ്ട്. മെയിൻ ആയിട്ട് നമ്മളിപ്പോൾ ചെയ്തിരിക്കുന്നത് നമ്മുടെ കാർബൺ സ്റ്റിയറിംഗ് ആണ്. ഇമ്പോർട്ടഡ് ക്വാളിറ്റി സ്റ്റിയറിംഗ് ആണ് ചെയ്തിരിക്കുന്നത്. ഇതൊരു ഭയങ്കര ഫീൽ ആട്ടെ ഇത്. ഈ വണ്ടി ഓടിക്കാന് എന്താ പറഞ്ഞ, എന്തോ ഒരു വലിയ സാധനം ഇങ്ങനെ മസിൽ, അതായത് ഒരു മസിൽ കാർ ഓടിക്കുന്ന ഒരു ഫീൽ. സ്റ്റിയറിംഗ് നമ്മള് ഇത് ഓടിക്കുമ്പോ കേട്ടോ, ഡ്രൈവ് ചെയ്യുമ്പോഴത്തേക്ക്. അപ്പൊ ഇത് ജസ്റ്റ് നമ്മൾ ആ ഒരു ഫ്രെയിം മാത്രമാണ് മാറിയിരിക്കുന്നത്. നിലവിലത്തെ നേരത്തെ ഉണ്ടായിരുന്ന ആ ഒരു എയർ ബാഗും അല്ലെങ്കിൽ കൺട്രോൾസും കാര്യങ്ങളൊക്കെ തന്നെയാണ് യൂസ് ചെയ്യുന്നത്. ജസ്റ്റ് ഈ ഒരു ഫ്രെയിം മാത്രമാണ് മാറിയിരിക്കുന്നത്. ഇത് സെയിം ആണ്. അതായത് ഹൈലക്സും പുതിയ ഫോർച്യൂണർ, ക്രിസ്റ്റയൊക്കെ സെയിം ആണ്. വേറെ മീൻസ് അവിടെ ഒരു ഓൾട്ടറേഷനോ കാര്യങ്ങളോ ഒന്നും വേണ്ട. ഇത് ഡയറക്റ്റ് ഫിറ്റ് ആണ്. ഇത് നമുക്ക് വാറന്റി കാര്യങ്ങൾക്കൊന്നും പ്രശ്നം വരുന്നില്ല. അതാണ് കപ്ലെയർ ടു കപ്ലെയർ ആണ്. ഞാൻ പറഞ്ഞത് നേരത്തെ ഉണ്ടായിരുന്ന അതേ കൺട്രോൾസ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ എയർ ബാഗ് കാര്യങ്ങളെല്ലാം നേരത്തെ ഉണ്ടായിരുന്ന ആ സെയിം പ്രോഡക്റ്റ് തന്നെയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ശരി. പിന്നെ ഇന്റീരിയറിൽ ജസ്റ്റ് ഒരു എന്താ പറയുന്ന സീറ്റ് ബെൽറ്റിന്റെ അതും നമ്മളെ GR സ്പോർട്ടാ ചെയ്തേക്കുന്നത്. ഇത് നല്ല രസമാണ് കാണാൻ. ഇന്റീരിയറിൽ കുറച്ച് മാറ്റം വരാനുണ്ട്. ശരിയാ. അതുകൊണ്ട് കേട്ടാ ഇന്റീരിയറിന് കുറച്ച് നല്ല മാറ്റമാണ് വരാൻ പോകുന്നത്. ഓർഡർ ചെയ്ത് സാധനം കിട്ടിയില്ല, അതെന്താന്നുള്ളത് നമ്മൾ വേറൊരു വീഡിയോയിൽ കാണിക്കാം. അത് ഒന്നും കൂടെ
കിടിലിനായിരിക്കും. ഇന്ത്യയിൽ ഒന്നും കൂടെ സെറ്റ് ആയിരിക്കും, അത്രേ ഉള്ളൂ. നമ്മളിപ്പോ ഇത്രയല്ലേ ചെയ്തേക്കുന്നത്. അതെ അതെ, ഇത്രയാണ് ഈ ഒരു നമ്മൾ ഇവിടെ കൊണ്ട് നിർത്തുന്നില്ല, മോട്ടോ പ്ലാനറ്റ് ഇവിടെ കൊണ്ട് നിർത്തുന്നില്ല. ഒന്നും കൂടി ഉണ്ട്, നമ്മളെ മാനുവൽ ഷട്ടർ. യെസ്, ഓട്ടോമാറ്റിക് ഷട്ടറും വരുന്നുണ്ട്, അതുപോലെ തന്നെ മാനുവൽ ഷട്ടറും വരുന്നുണ്ട്. ഇത് മാനുവൽ ഷട്ടർ ആണ് നമ്മൾ ഇതിന്റെ അകത്ത് ഇൻസ്റ്റാൾ ചെയ്തേക്കുന്നത്. വേറെ ഒന്നുമല്ല, ഈ ഓട്ടോമാറ്റിക് ഞാൻ പറഞ്ഞ ഓട്ടോമാറ്റിക് വേണ്ട, കാരണം ഓട്ടോമാറ്റിക് കംപ്ലൈന്റ് ആവുന്നുണ്ട് എന്നിങ്ങനെ ഒരു പരദൂഷണമുണ്ട്. ഇലക്ട്രിക് ഐറ്റം ആയതുകൊണ്ട് എന്തായാലും കാലക്രമേണ ഒരു പ്രോബ്ലം വരാൻ ചാൻസ് ഉണ്ട്. അപ്പൊ നമുക്ക് റിപ്പയറബിൾ പോസിബിൾ അല്ല, മാറ്റുക എന്നേ ഉള്ളൂ. ഇതാകുമ്പോഴത്തേക്ക് വേറെ ഇഷ്യൂസോ കാര്യങ്ങളോ ഒന്നുമില്ല. ജസ്റ്റ് ലൂബ്രി എല്ലാ മാസവും ജസ്റ്റ് ഒന്ന് ലൂബ് ചെയ്ത് കൊടുത്താൽ മതി. ഇനിയിപ്പോ ഞാൻ അടുത്ത ടെയിൽ ഗേറ്റ് കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്യുന്നുണ്ട്. പിന്നെ ഇത് കംപ്ലീറ്റ് ഡീക്രോം ചെയ്തിട്ടുണ്ട് കേട്ടോ. അത് ശരിയല്ലേ, ക്രോം എലമെന്റ്സ് കാര്യങ്ങളൊന്നും വണ്ടിയിലില്ല, കംപ്ലീറ്റ് ഡീക്രോം ചെയ്ത് ഒരു പുതിയ, അതാണ് ഒരു വണ്ടി മറ്റൊരു വേറൊരു ഹൈലക്സ് എടുത്താലും ഉണ്ടാവുന്ന ഒരു വ്യത്യാസം വരുന്നതാണ്. ഇത് മൊത്തം അതെ അതെ, ഇതെല്ലാം ക്രോമാ വരുന്നത്, ഒരു ക്രോം എലമെന്റ്സും ഇല്ല കേട്ടോ, ഫുള്ളി ഡീക്രോം. ഈ ഒരു പാർട്ടാവട്ടെ, ബമ്പറിന്റെ ഒരു പാർട്ടാവട്ടെ, എല്ലാം ഡീക്രോം ചെയ്തിട്ടുണ്ട്. ഞാൻ യൂസഫായിട്ട് വർഷങ്ങളുടെ പരിചയമാണ്. നമ്മൾ താറടിക്കുന്നതിന് മുമ്പുള്ള പരിചയം, അതിന് മുന്നേ ഉള്ള, അതിന് മുമ്പ് അത് തന്നെ താറടിക്കുന്നതിന് മുമ്പ് ഞാൻ അങ്ങനെ സോഷ്യൽ മീഡിയയിലൊന്നും വന്നിട്ടില്ല, അങ്ങനെ ഇല്ല. അപ്പൊ ആ സമയത്ത് നിർത്തിക്കൊണ്ട് പറയുന്നില്ല, ആ സമയത്ത് ഫണ്ടിന് കുറച്ച് ഷോർട്ടൊക്കെ വന്ന സമയത്ത് നല്ല രീതിയിൽ ഞാൻ എൻ്റെ ധാർ ലോഡ് ചെയ്തായിരുന്നു. കുറച്ച് ഫണ്ട് ഷോർട്ട് വന്നപ്പം നമ്മൾ പരിചയം എന്ന് പറഞ്ഞാൽ വണ്ടി ഇവിടെ കൊണ്ടുവന്ന് വർക്ക് ചെയ്യുന്നുള്ള പരിചയം. യൂസഫ് സംസാരിച്ചപ്പോഴത്തേക്ക് അന്ന് എനിക്ക് നല്ലൊരു എമൗണ്ട് ക്രെഡിറ്റ് തന്നത്, അന്ന് ഞാൻ യൂസഫിനെ അളന്നതാണ്. അത് പിന്നെ പൈസയൊക്കെ നമ്മൾ ക്ലിയർ ചെയ്ത് കൊടുത്തു കേട്ടോ, അത് വേറെ കാര്യം. പക്ഷേ അതിൽ പിന്നെയാണ് യൂസഫ് എന്താണെന്നും അല്ലെ യൂസഫിന്റെ വർക്ക് ഒരു രക്ഷയില്ല. നിങ്ങൾ ഇവിടെ ജസ്റ്റ് വന്നാൽ അറിയാം, നമ്മൾ എപ്പോൾ വന്നാലും കുറേ വണ്ടികളുണ്ട്, എപ്പോൾ വന്നാലും പോസ്റ്റ് ആക്കി വിടത്തുള്ളൂ. അതുകൊണ്ട് നിങ്ങൾ വിളിച്ചിട്ട് വരിക, എപ്പോൾ വന്നാലും ഞാൻ എപ്പോൾ വന്നാലും വിളിച്ചിട്ട് വന്നപ്പോലും പോസ്റ്റ് ആക്കി വിടത്തുള്ളൂ. അങ്ങനെ നല്ലൊരു മനുഷ്യനാണ്. അത് പിന്നെ കൂടുതലായിട്ട് വേറെ ഒന്നും പറയാനില്ല. നിലവിലത്തെ വർക്കെല്ലാം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി അടുത്തൊരു സ്റ്റെപ്പ് ഞാൻ പറഞ്ഞില്ല, ഇന്റീരിയറിൽ കുറച്ച് മാറ്റം വരുത്താനുണ്ട്. എക്സ്റ്റീരിയറിൽ പിന്നെ നോക്കാം, പുതിയ പുതിയ പാർട്സുകൾ ഓരോ ദിവസം. എന്റെ വണ്ടി ഞാൻ യൂസഫിന് വിട്ടുകൊടുത്തേക്കോ. യൂസഫ് പറഞ്ഞു ഇത് കുത്തബ് മീനാർ പണിയെന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പം ഇതിൽ ഇനിയും കുറച്ച് മാറ്റങ്ങളായിട്ട് മോട്ടോ പ്ലാനറ്റ് യൂസഫ് ബ്രോ വരുന്നതായിരിക്കും, ഞാനും വരുന്നതായിരിക്കും. അപ്പം ഒരുപാട് സന്തോഷം ബ്രോ, നിങ്ങൾ നമ്മുടെ വണ്ടിയിൽ ഇത്രയും കലാപരമായ കഴിവുകൾ കാണിക്കുന്നതിന് താങ്ക് യു. അപ്പോൾ ഓക്കെ, ഇത്രയുള്ള വീഡിയോ. ഓക്കെ, ബൈ.